ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നീ ഏത് കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നുപോയാലും ക്രിസ്തു യേശു എന്നെ ജീവിപ്പിക്കും, എന്നെ തുണയ്ക്കും, എന്നെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നാം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക മാത്രമല്ല, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവമാക്കണം. ഇന്ന് പലരും പല പ്രതിസന്ധികൾ വന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ ശോധനകളുടെ നിമിഷത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരായിട്ട്, അല്ല എങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത്. അതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, എന്നാൽ ആ ക്രിസ്തുവിനെ ലാക്കിലാക്കി നമ്മൾ ഓടുക. സങ്കീർത്തനം 138 അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. അതിൻ്റെ 7 വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വലങ്കൈയാണ് നമ്മെ രക്ഷിക്കുന്നത്. ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ കരങ്ങളിലോട്ട് നാം നോക്കുവാൻ പോകരുത്. അത് നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, നമ്മളുടെ സഹോദരങ്ങളായിക്കോട്ടെ, നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമ്മളുടെ എംപ്ലോയർ ആയിക്കോട്ടെ, ആരാണെന്ന് പറഞ്ഞാലും എന്നെ എൻ്റെ കഷ്ടതയിൽ ജീവിപ്പിക്കുന്നത്, എന്നെ എൻ്റെ കഷ്ടതയിൽ എനിക്ക് തുണയായിട്ടിരിക്കുന്നത് ക്രിസ്തു യേശു അല്ലാതെ വേറെ ആരും നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. അങ്ങനെയുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ഏത് കഷ്ടതയുടെ നിമിഷത്തിലും എനിക്ക് വേണ്ടി മരിച്ച നാഥൻ എനിക്ക് വേണ്ടി വാദിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് പ്രവൃത്തിയായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കുവാനായിട്ട് നമ്മളെ സാധിക്കും. ഒരിക്കലും ഒരുത്തനും നിന്റെ വാതിൽ അടയ്ക്കുവാൻ സാധിക്കത്തില്ല. ഒരു ടെമ്പററി ആയിട്ടൊരു വാതിൽ ഒരു പക്ഷേ അടഞ്ഞു പോയാലും യേശുവിനെ നാം നോക്കുകയാണെങ്കിൽ, കർത്താവിനോട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാതിൽ നമുക്ക് കർത്താവ് തുറന്നു തരും. ഒരു മനുഷ്യനും ദൈവം ഒരു വാതിൽ അടച്ചാൽ അതിനെ തുറക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്നാലോ ഒരു മനുഷ്യനും, ലോകത്തൊരു മനുഷ്യനും ദൈവം അടച്ച വാതിലുകൾ തുറക്കുവാനും ദൈവം തുറന്ന വാതിലുകൾ അടയ്ക്കുവാനും സാധിക്കത്തില്ല. അതിനാൽ എന്തിനാണ് പിന്നെ ഭയപ്പെടുന്നത്? ഒരു പക്ഷെ നമുക്കൊരു ഭയം വന്നാലും അടുത്ത നിമിഷം തന്നെ കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട് ചെല്ലുക. കർത്താവെ, ഇതിനെനിക്കൊരു സഹായം വേണം. ഇതെങ്ങനെയാണിത് പരിഹരിക്കേണ്ടതെന്ന് ഒരു പക്ഷേ നിനക്കറിയില്ലായിരിക്കും. കർത്താവിനോട് സഹായം ചോദിര്. നമ്മുടെ മുമ്പിൽ ഒരു വഴിയില്ലായിരിക്കും. കർത്താവിന് മുമ്പിൽ ഹി ഹാസ് ലോഡ് ഓഫ് വേസ്, മെനി വേസ് ആർ ദെയർ. നാം നോക്കുമ്പോൾ സമുദ്രത്തിൽ നോക്കിയാൽ അവിടെ വഴിയുണ്ട്. ചെങ്കടലിൻ്റെ മുമ്പിൽ കൂടി അതിൽ കൂടി നടത്തിയൊരു വഴി. ഹല്ലേലൂയ, സ്തോത്രം. സ്വന്തം മക്കളെ ചെങ്കടലിൽ കൂടി നടത്തിയപ്പോൾ ആ ഒരു ചെങ്കടലിൽ കൊണ്ട് തന്നെ അവൻ്റെ ശത്രുവിനെ മുക്കിക്കൊന്നു. അവിടെ ഒരു ചെങ്കടൽ ആവശ്യമുണ്ടായിരുന്നു. ആ വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ശത്രുവിനെ അവിടെ മുക്കിക്കൊല്ലുവാനായിട്ട് കർത്താവിന് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിനക്ക് വരുന്ന പ്രതിസന്ധികൾ നിനക്കെതിരായിട്ട് വരുന്നതെന്ന് നിനക്ക് തോന്നിയിരിക്കും. എന്നാൽ പിന്നത്തേതിൽ മനസ്സിലാകും അത് നിന്നെ രക്ഷിക്കുവാനും നിന്റെ ശത്രുവിനെ അവിടെ മുക്കിക്കൊല്ലുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ഗോഡ്. ആകാശത്തിൽ കർത്താവിന് വഴിയുണ്ട്. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കർത്താവിന് വഴിയുണ്ട്. ഏതൊരു മരുഭൂമിയിലും കർത്താവിന് വഴിയുണ്ട്. പിന്നെ എന്തിനാണ് ഭാരപ്പെടുന്നത്? മറ്റുള്ളവർ സഹായിച്ചില്ല, മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്തില്ല, ആരും എന്നെ സഹായിക്കാൻ ഒന്നുമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മെ സഹായിക്കുവാനായിട്ട് വാനമേഘങ്ങളിൽ നിന്ന് നമ്മൾ വസിക്കുന്നവനായ ക്രിസ്തു, ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഈസ് ലിവിങ് ഇൻ മീ. നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിന് സാധിക്കും നമ്മെ സഹായിക്കുവാനായിട്ട്. അതിനാൽ മറ്റൊരുത്തൻ്റെ പോക്കറ്റിലോ മറ്റൊരുത്തവൻ്റെ ശക്തിയിലോ കഴിവിലോ നാം നോക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുവാൻ കഴിയുള്ള ഒരുവൻ. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ യഹോവയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സങ്കീർത്തനക്കാരൻ 139 അധ്യായത്തിൽ ഇങ്ങനെ 139 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നത് അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും ഒക്കെയും അറിയുന്നു, എൻ്റെ വഴിയെല്ലാം ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രിയ ദൈവവേദന, നിൻ്റെ ഓരോ വഴിയും അറിയുന്നു, നിൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് അറിയുന്നു. നിൻ്റെ അന്തരംഗങ്ങളെ അവൻ ഉണ്ടാക്കിയെങ്കിൽ അന്തരംഗങ്ങളെ അറിയുന്നവനായ ഒരു ദൈവം നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവങ്ങൾ, മനോഭാവങ്ങൾ, നമ്മുടെ എല്ലാ കോട്ടകളും നമ്മളെ സങ്കല്പിക്കുന്നത് എല്ലാം കർത്താവ് അറിയുന്നു. അതിനാൽ കർത്താവിനെ ഒളിച്ച് എവിടെ പോകുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിൻ്റെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, ഇരുളും വെളിച്ചവും എല്ലാം കർത്താവിന് ഒരുപോലെയാണെന്ന് എല്ലാം അറിയാൻ പറ്റും. നമുക്ക് ഇരുളിൽ കാണത്തില്ല,
ഡാർക്ക്നെസ്സിൽ നമുക്കറിയത്തില്ല എന്തുവാണ് ചെയ്യേണ്ടതെന്ന്. നാം ഭാരപ്പെട്ടു പോകും. എന്നാൽ കർത്താവിന് അതൊന്നും ഒരു കാര്യമല്ല. അതിനാൽ ആ കർത്താവിനെ നമുക്ക് ലാക്കിലാക്കിയിട്ട് നമ്മുടെ പ്രതിസന്ധിയിൽ, നമ്മുടെ ഡാർക്ക്നെസ്സിൽ നാം കർത്താവിനെ തന്നെ, ആ കർത്താവിൻ്റെ ആഹിതത്തിനൊത്തവണ്ണം, കർത്താവിൻ്റെ നന്മയിൽ, കർത്താവിൻ്റെ കരുണയിൽ, കൃപയിൽ, ആ ജ്ഞാനത്തിൽ നമ്മൾ വളരുവാനായിട്ട് സാധിക്കണം. അവൻ ജ്ഞാനമില്ലാത്തവന് ഈ വചനം ജ്ഞാനം, അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ഒരു ദൈവം. നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാതെ വരുമ്പോൾ കർത്താവിനോട് ചോദിച്ചുകൊള്ളുക. നമുക്ക് അല്പമേ ബുദ്ധിയുള്ളെങ്കിൽ കർത്താവ് അതിനെ ജ്ഞാനമാക്കി തരും. നമ്മുടെ ഗർവങ്ങൾ, നമ്മുടെ അഹങ്കാരങ്ങൾ, ഞാനാണെന്നുള്ളൊരു ഭാവങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇന്നാരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സൗന്ദര്യമുണ്ട് എന്നുള്ള ആ ഭാവങ്ങൾ, ഗർവം അവൻ ദൂരത്ത് നിന്നേ അറിയുന്നു. നിന്റെ അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്നു. ദൂരത്ത് നിന്ന് നമ്മെ അറിയുന്ന ഒരു ദൈവം. നിരൂപണം, ഞാൻ നിരൂപിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് ഭാവിക്കുന്നതെന്ന് ദൂരത്ത് നിന്ന്, നമ്മുടെ കർത്താവിന് നമ്മുടെ അടുത്ത് പോലും വരണ്ട, ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ നാം ഒരു കഴുതയായിട്ടായിരുന്നാൽ മതി. നമുക്കൊന്നും അറിയണമെന്നില്ല, എന്നാൽ കർത്താവിന് നമ്മളെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കർത്താവ് കഴുതയുടെ പുറത്താണ് കയറിയത്, കുതിരയെ തേടി കർത്താവ് പോയില്ല. ലോകവും സകലതും ഉണ്ടാക്കിയവനായ കർത്താവ് കുതിരയെ തേടിയല്ല പോയത്, കഴുതപ്പുറത്ത്. വെറും എവിടെയോ കെട്ടിയിട്ടിരുന്ന, ആർക്കും വേണ്ടാത്ത ആ ഒരു കഴുത. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാനും നിങ്ങളും ഒരു കഴുതയായിട്ട് കർത്താവിനെ ഉപയോഗിച്ചാൽ മതി. ആ കഴുതയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനാൽ നിന്റെ മുമ്പ് അറിയുന്നു, നിന്റെ പിമ്പ് അറിയുന്നു. മുമ്പും പിമ്പും അടച്ച് നിന്നെ ജയോത്സവമായിട്ട് നടത്തുവാൻ തക്കവണ്ണം, ദുഷ്ടന്റെ സകല പിടികളിൽ നിന്നും നിന്നെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം, നിന്റെ കിടപ്പ്, നടപ്പ്, വരവ് എല്ലാം, ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത് എല്ലാം കർത്താവ് അറിയുന്നു. ആ ആത്മാവിനെ വിട്ടിട്ട് എവിടോട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും കർത്താവിന് മറവല്ല. ഇരുട്ട് മറവല്ല. വെളിച്ചത്തിലും കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും, ഇരുളിലും പ്രവർത്തിക്കാൻ പറ്റും. അതിനാൽ ഇന്ന് നിനക്കെതിരായിട്ട് ആരെങ്കിലും കോട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ശത്രു ഒളിഞ്ഞിരിക്കും, പതിഞ്ഞിരിക്കും. എപ്പം നിന്നെ പിടിക്കണം, എപ്പോൾ വീഴ്ത്തണമെന്ന് നോക്കി ശത്രു പതിയിരിക്കും. എന്നാൽ കർത്താവ് അതിൻ്റെ മേൽ വലിയ വലിയ പ്ലാനുകൾ നിനക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ശത്രുവിൻ്റെ പ്ലാനുകൾ ഒരല്പം ടെമ്പററിയിലായിരിക്കും, എന്നാൽ കർത്താവ് പെർമനൻ്റായിട്ട് ശത്രുവിനെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, തക്ക സമയത്ത് അവൻ വന്ന് പ്രവർത്തിക്കും. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. ഗർവ്വിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ ഗർവം വിട്ടിട്ട് കർത്താവ് ദൂരത്ത് നിന്ന് അറിയുന്നുണ്ടെന്ന്, എൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ആ പാദപീഠത്തിൽ നമുക്ക് താണിരിക്കാം. നമ്മുടെ ഓരോ ചലനങ്ങളും, നമ്മുടെ ഓരോ പ്ലാനുകളും, നമ്മളിരിക്കുന്നത്, നടക്കുന്നത്, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ വഴികളൊക്കെയും അവൻ അറിയുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ അറിഞ്ഞ ഒരു ദൈവം. ഹല്ലേലൂയ. അത് ആർക്ക് സാധിക്കും? ലോകത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും സാധിക്കാത്ത ഒരു കാര്യമാണ്. നാം ഉണ്ടാകുന്നതിന് മുമ്പേ, നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെപ്പറ്റി പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? എന്നാൽ നാം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു ദൈവത്തിന്, ഹല്ലേലൂയ, നമുക്ക് സകലതും ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ദൈവം എൻ്റെ ദൈവമാണെങ്കിൽ, നിങ്ങളുടെ ദൈവമാണെങ്കിൽ, ആര് നിനക്കായിട്ട് എതിരെ നിൽക്കും? നിന്റെ മുമ്പിൽ എതിരായിട്ട് നിൽക്കുവാൻ, നിന്റെ വഴി അടയ്ക്കുവാൻ ആർക്കും സാധ്യമില്ല, ഈ കർത്താവിൻ്റെ പാദപീഠത്തിൽ കൊടുക്കുകയാണെങ്കിൽ. അതിനാൽ കഷ്ടതയുടെ സമയത്ത് യഹോവയുടെ അടുത്തോട്ട് ചെല്ലുക. ഒരു മനുഷ്യനെ നോക്കേണ്ട കാര്യമില്ല, ആരും ആത്മഹത്യ ചെയ്യേണ്ട കാര്യവുമില്ല. ഈ യഹോവയെ മുറുകെ പിടിച്ചാൽ, ഈ വചനത്തിലുള്ളത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും നിനക്കൊരു വഴി തരും. ഹല്ലേലൂയ. അവൻ വഴിയില്ലാത്തടത്ത്, മരുഭൂമിയിൽ അവൻ വഴിയുണ്ടാക്കും. നിർജ്ജന പ്രദേശത്ത് നീരുറവുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുകയാണെങ്കിൽ നാം ആരുടെയും കണ്ണിൽ നോക്കേണ്ട കാര്യമില്ല, ക്രിസ്തുയേശുവിൻ്റെ കണ്ണിൽ മാത്രം നോക്കിയാൽ മതി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവൻ തന്ന ദൈവത്തിന് നമ്മെ പുലർത്തുവാൻ തീർച്ചയായിട്ടും കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പക്ഷി, മൃഗാദികൾ, എല്ലാം ആനിമൽസിനെയും നോക്കുന്ന ഒരു ദൈവം, അവയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഒരു ദൈവം നമുക്ക് ആഹാരം തരാതെ ഇരിക്കുമോ? അവൻ കർത്താവിൻ്റെ സാദൃശ്യത്തിൽ, കർത്താവിൻ്റെ ആത്മാവിൽ നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവം നടത്തും. തീർച്ചയായിട്ടും ആ ദൈവത്തിന് നമ്മെ നടത്തുവാൻ, നമ്മെ പുലർത്തുവാൻ കഴിയും. അവൻ്റെ കരത്തിന് കുറുകിയിട്ട് ഒന്നുമില്ല. അവൻ്റെ കൈ ഇന്നും കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ കൈ ഇന്നും താണു പോയിട്ടില്ല. അതിൽ വിശ്വസിച്ചാൽ നീ തീർച്ചയായിട്ടും ജീവൻ പ്രാപിക്കും. ഒരു കാര്യങ്ങളിലും നമ്മൾ തളർന്നു പോകരുത്. ഏതൊരു കാര്യങ്ങളിലും ഡു നോട്ട് ഗീവ് അപ്പ് അറ്റ് ഓൾ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നാം ജീവിക്കണം. നമ്മുടെ കഷ്ടതയിൽ നാം ജീവിച്ച് കാണിക്കണം. അതാണ് ജയിക്കുന്നത്. ഒരു ആത്മാവിനെ
കൊന്നുകൊണ്ടോ മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. നാം ജീവിച്ചു കാണിക്കണം. നമുക്ക് സാധിക്കും. ഈ വചനം എടുത്ത് വായിച്ചാൽ നമുക്ക് ബലം ലഭിക്കും, നമുക്ക് കൃപ ലഭിക്കും. നമ്മൾ ഇനി മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയെന്നുള്ള ഓരോ അനുഭവത്തിൽ കൂടിയും, കഷ്ടതയുടെ അനുഭവത്തിലാണെങ്കിൽ കൂടിയും ദൈവം നമ്മെ നടത്തും, നമ്മളെ ജീവിപ്പിക്കും, നമ്മെ ജയോത്സവമായിട്ട് നടത്തുവാൻ ഈ വചനത്തിന് കഴിയും. പ്രൈസ് ഗാഡ്. ഗോഡ് ബ്ലെസ് യു.